ഇതല്ലാണ്ട് എന്ത് ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കളകടത്തുണ്ടോ? നാർക്കോട്ടിക് അത് ചെയ്യാറില്ല. ഇല്ല, അല്ലെങ്കിൽ അത് ചെയ്തേര്. റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പണി ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. കാരണം റിവീൽ ചെയ്യാൻ പാടുള്ളതുണ്ട്, പാടില്ലാത്തതുണ്ട്, കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സസ് ഉണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക്. സബ്വേയിൽ നിന്നപ്പോൾ 200 to 300 ഇടയിലായിരുന്നു, അത്രയും പൗണ്ട്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു 30,000 പൗണ്ട്സിലേക്ക് എത്തപ്പെട്ടു. 30,000 കിട്ടുന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഈ 6 മാസം കൊണ്ടാണ് ഇപ്പോൾ ഒരു 5 lakhs ഫോളോവേഴ്സ് ആയത്. ഞാനത് ഫോക്കസ് ചെയ്തിട്ടില്ല. ഇല്ല, അത് അങ്ങനെയാണോ, ഫോളോവേഴ്സ് കൂടിയോ, എത്ര പേര്, അതൊന്നും ഞാൻ നോക്കാം. ഇപ്പൊ പിന്നെ നോക്കും, ഇപ്പൊ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അൻവിന്റെ വീഡിയോസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 3 പിള്ളേരാണ്, റോളക്സ്, ലിയോ, മറ്റേ ആൾക്ക് എന്താ ഭീകരൻ. അത് ഞാൻ പറയാം, ബ്ലാക്ക് പാന്തർ ലുക്കാ. അപ്പൊ പിന്നെ ഞങ്ങൾ ബഗീര പ്ലാൻ ചെയ്ത്, പിന്നെ വിചാരിച്ചു ബഗീര വേണ്ട, ഭീകര എന്ന് വിളിക്കാന്ന് പറഞ്ഞ്. പക്ഷെ അവനൊരു ഭീകര ലുക്കാ, പക്ഷെ സ്വഭാവം മറ്റേ പാവത്തിന്റെ. എൻഡ് ഓഫ് ദി ഡേ അവർ ബാക്കി ആൾക്കാർക്ക് ആനിമൽസ് ആയിരിക്കും, എനിക്ക് ആനിമൽസ് അല്ല. ഓക്കെ, ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. ഈ പെറ്റ് പാരൻസിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ബാക്കി എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവും നമുക്കറിയത്തില്ല. എവർ കം ടു മൈ ഹൗസ് ആൻഡ് സേ എൻ്റെ പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ ഒന്ന് പറയുന്നത്. ഐ വുഡ് സിംപ്ലി ആസ്ക് ദം ടു ലീവ്. അത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പൊക്കോ, വരണ്ട. അതാണ് മെയിൻ ഡോർ. യു ക്യാൻ ഓപ്പൺ ഇറ്റ് ആൻഡ് ലീവ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് ഇദ്ദേഹത്തിന്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഫിഡൻസ് ഇസ് ഈക്വൽ ടു ആൻവിൻ ജോസ് എന്നാണ് ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. സോ ആൻവിനാണ് ഇന്ന് എൻ്റെ കൂടെ എത്തിയിട്ടുള്ളത്. ഹലോ, നമസ്കാരം, വെൽക്കം. നമസ്കാരം. ഈ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഇസ് ഈക്വൽ ടു ആൻവിൻ എന്നാണ് പൊതുവെ ഇപ്പൊ പറയപ്പെടാറ്. അത് കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ചുമ്മാ പറഞ്ഞെടുക്കുക, നമുക്ക് എന്നാ കോൺഫിഡൻസാ, റോ ആയിട്ട് ലിവ് ചെയ്യുക. പ്രത്യേകിച്ച് കോൺഫിഡൻസ് അങ്ങനെ ഹൈ ആയിട്ടൊന്നുമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, അത് വെച്ചിട്ട് അങ്ങനെ ലിവ് ചെയ്ത് പോകുന്നത് മാത്രമേ. കോൺഫിഡൻസ് ഉണ്ട്, ഡെഫിനറ്റ്ലി, ഇല്ലാതിരിക്കത്തില്ലല്ലോ, ആ ഒരു രീതി. പക്ഷെ എനിക്ക് തോന്നുന്നു ആൻവിൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പം ആൾക്കാർക്കാണ് അതിൽ നിന്നൊരു ഇൻസ്പയർ ചെയ്തിട്ട് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്നത്. അത് കറക്റ്റാണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ലിവിങ് ആണ്, അങ്ങനെ ആവണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സിംഗിൾ റിപ്ലൈ ആയിരിക്കും എപ്പോഴും ഉള്ളത്, ഡു ഇറ്റ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബക്കറ്റിനുള്ളിൽ പെട്ടെടുക്കുന്ന ലൈഫ് പോലെയാണ്. അതിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ മതി, ഗെറ്റ് ഔട്ട്. ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ് കാര്യങ്ങൾ. എപ്പോഴാണ് ആൻവിൻ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി? 16 വയസ്സിൽ. 16 വയസ്സിലായി, എന്നിട്ട് 28 വയസ്സിൽ റിട്ടയർഡായി. റിട്ടയർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുള്ളി റിട്ടയർഡ് എന്നല്ല, ഞാൻ അത് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. ഇടയ്ക്കൊക്കെ ഒന്ന് ലുക്ക് ആഫ്റ്റർ ചെയ്യണമല്ലോ. ലുക്ക് ആഫ്റ്റർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കൊളാവുമല്ലോ. റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ലൈഫ്, എനിക്ക് ഓക്കെയാണ് ഈ ലൈഫ്, ഞാൻ അങ്ങനെ ജീവിച്ച് പോകുന്നു. ആ ഒരു രീതിയാകുമ്പോൾ പിന്നെ അതാണ് ഞാൻ റിട്ടയർമെൻ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ ഒരുപാട് കാശും കൊണ്ട് റിട്ടയർ ചെയ്ത് ആ ഒരു സെറ്റപ്പ് അല്ല. കാമാണ്, എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ ഉണ്ട്, ഞാൻ അങ്ങനെ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ 16 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ജേർണി, +2 കഴിഞ്ഞിട്ട് ശ്രീലങ്കയ്ക്ക് പോയി. ആ ശ്രീലങ്ക എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീലങ്ക കാമ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ശ്രീലങ്ക കേരള പോലെ തന്നെ. കേരളത്തിൻ്റെ ഒരു കുറച്ചുകൂടെ ക്ലീൻ വേർഷൻ, കുറച്ച് വൃത്തിയുണ്ട്, ആൾക്കാർ ഇച്ചിരി ഓക്കെയാണ്, നല്ല ആൾക്കാരും മോശം ആൾക്കാരും എല്ലാം ഉള്ള സ്ഥലം അത്. ശ്രീലങ്ക ഈസ് ഗുഡ്. അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു മെമ്മറി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ ശ്രീലങ്കയിലോ? ശ്രീലങ്ക പ്രത്യേകിച്ച് മെമ്മറീസ്, നമ്മൾ നോർമൽ ലിവിങ് തന്നെയായിരുന്നു അവിടെ. അവിടുന്ന് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ ഫസ്റ്റ് ബിസിനസ് അവിടുന്ന് റെസ്റ്റോറൻറ്റാണ്. അപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ UK മൈഗ്രേറ്റ് ചെയ്യുന്നൊരു സെറ്റപ്പായിരുന്നു. ഞാൻ അവിടെ പഠിച്ചത് UK യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതായത് UKയുടെ ഒരു വിങ് അവിടെ ഉണ്ട്, ബർമിംഗം യൂണിവേഴ്സിറ്റിയുടെ, അവിടെ തന്നെ പോയി പഠിച്ച്. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് സ്വിച്ച് ചെയ്യാൻ ഈസി ആയിരുന്നു, സ്ട്രൈറ്റ് UK. അത് ഈസി ട്രാൻസാക്ഷൻ ആയിരുന്നു. നമ്മൾ എന്തായാലും ഇവിടെ എഡ്യൂക്കേഷൻ അല്ലേ, നേരെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ വിസ വെച്ചിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് സ്വിച്ച് ചെയ്തിട്ട് കയറി വരാമെന്നുള്ളൂ. പിന്നെ ശ്രീലങ്ക കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയ കളയാറില്ല. എവിടെയെങ്കിലുമൊക്കെ ലോകത്തിന് ഏതെങ്കിലും മൂലയ്ക്ക് നമ്മൾ അതേപോലെ കീപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരാളാണ്. എങ്ങനെയാണ് നല്ല ഫ്രണ്ട്സ് ആണ് മനസ്സിലാക്കുന്നത്? സ്വഭാവം
നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാമല്ലോ ഒരാൾ നല്ലതാണോ മോശമാണോ എന്നുള്ളത്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതല്ല. നമ്മളോട് ചില്ലടിച്ച് നോർമലായിട്ട് നമ്മളെ പോലെ തന്നെ ലിവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പെട്ടെന്ന് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ സ്വഭാവം പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നല്ലതല്ല എന്ന് തന്നെയാണ്. നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ UK എത്തിയതിനു ശേഷം സ്റ്റഡീസ് പ്ലസ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ റെസ്റ്റോറൻറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് UK പോയത്. അത് അവിടെ ഒരു ചെറിയ സാഹചര്യം വന്നായിരുന്നു. ഒരു ചെറിയ ഇന്ത്യക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നൊരു പ്രശ്നം അവിടെ വന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ അത് പൂട്ടിച്ചു. എന്നിട്ട് ഞാൻ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, റാമൻ കിഷൻ, അവർക്ക് ഞാനത് ഏൽപ്പിച്ചിട്ട് നേരെ UK നോർമൽ ലൈഫ്. അങ്ങനെ UK എത്തിയതിനു ശേഷം സ്റ്റഡീസ് ആ ഒരു ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റയ്ക്ക് തന്നെ അല്ലേ? അല്ലല്ല, UK എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായി. അതായത് എൻ്റെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് UK ഉണ്ട്. പുള്ളിയാണ് ആദ്യം UK വന്നത്. ശ്രീലങ്കയിൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, UK ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ശ്രീലങ്കയിലെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങോട്ട് പോയി, UK ബെസ്റ്റ് ഫ്രണ്ട് കൂടെ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചില്ലായിരുന്നു. ബിഗിനിങ് ഓൾവേസ് ആസ് യൂഷ്വൽ സ്ട്രഗിൾ ചെയ്യാണ്ടൊന്നും നടക്കത്തില്ലല്ലോ. ഒന്നും ഓവർനൈറ്റ് വരാൻ പോകുന്നില്ല. അവിടെ ഞങ്ങൾ ജോലിയൊക്കെ തപ്പി കണ്ടുപിടിച്ച്, അവന് ജോബ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ജോബ് കൊണ്ട് കുറേ കാലം പോയി. പിന്നെ നമുക്ക് ഇവിടെ ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറേ കാലം പോകും. പിന്നെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ സർവൈവൽ ഇൻസ്റ്റിങ്സ് വർക്കായി തുടങ്ങുമല്ലോ. അങ്ങനെ സ്റ്റാർട്ടിങ് എപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. അത് എല്ലാവർക്കും അവിടെ അങ്ങനെയാണ്. ആ ഒരു ഫസ്റ്റ് സർവൈവൽ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു വഴി എന്തായിരുന്നു? അത് ജോബ് കണ്ടുപിടിക്കാതൊരു മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ നടന്ന് ജോബ് ചോദിക്കുക, എല്ലായിടത്തും പോയി കയറി ഇറങ്ങുക, ജോലിയുണ്ടോ എന്ന് ചോദിച്ച് കിട്ടുന്നത് വരെ അത് ചെയ്തേ പറ്റുള്ളൂ. നമുക്കൊരു ഇൻകം ഇല്ലാതൊന്നും അവിടെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒത്തിരി പൈസ വേണം. അങ്ങനെ പൈസ ഇല്ലാണ്ട് ഒരു സ്റ്റുഡൻ്റ് എന്നൊരു ലൈഫിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കടയും കയറി ഇറങ്ങേണ്ടി വരും ജോലി ചോദിച്ചിട്ട്. പക്ഷെ പോസിബിൾ, ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇടിക്കും. സബ്വേ ചെയ്തു, കുറെ വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സബ്വേ പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സബ്വേ തന്നെ ഞാൻ കുറേ കാലം സബ്വേയിൽ, ഞാൻ എൻ്റെ മുതലാളിയോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട് സബ്വേയിൽ പണിയെടുപ്പിച്ചതിന്. പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളിയാണ് എങ്ങനെ ഒരു ആളോട് ബിഹേവ് ചെയ്യണം, പെരുമാറണം എന്നൊക്കെ. കാരണം ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഇൻകം എന്നൊക്കെ പറഞ്ഞ ഒരു ലെസ് ദാൻ 300-200 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ സ്റ്റിൽ ഞാൻ നാട്ടിലോട്ട് ആദ്യമായിട്ട് വരുമ്പോൾ പുള്ളി എനിക്ക് ക്യാഷായിട്ട് കൈ തന്നിട്ട് ബൈ സംതിങ് ഫ്രം ദ എയർപോർട്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് സ്റ്റാഫിനോട് നമ്മൾ. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് അവിടെ നിന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഇൻ ടച്ച്, സ്റ്റിൽ ഇൻ കോൺടാക്ട്, വെരി ഗുഡ് മാൻ. ആ ഒരു രീതിയാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ നോർമലി പെട്ടെന്ന് ആൻവിൻ എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ മറ്റേ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന 3 ഡോഗ്സും കുറെ കാറൊക്കെ ഉള്ള പുള്ളിയല്ലേ എന്നായിരിക്കും പെട്ടെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ പിന്നിലൊരു എന്റർപ്രണർ ഉണ്ട്, കുറെ ബിസിനസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് ആൾക്കാർ എവിടെയാ കൂടുതൽ തിരിച്ചറിയുന്നത്? അവിടെ ഉള്ള ആൾക്കാരാണ്, ഇവിടെ ഉള്ള ആൾക്കാരാണ്? ആൾക്കാർക്ക് കുറെ തുടക്കമൊന്നും മനസ്സിലാവില്ല. കാരണം ഞാനൊന്നും പറയുന്നില്ലല്ലോ എന്താ ചെയ്യുന്ന, ജോലിയാണോ ബിസിനസ്സാണോ. നമ്മൾ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാറേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരു പോർഷൻ ഓഫ് ദ പീപ്പിൾ വോണ്ട്സ് നോ വാട്ട് ഐ ഡു ഫോർ എ ലിവിങ്. അതായത് ജോബ് ആണോ എന്ന് അറിയണം. ഒബ്വിയസ്ലി ജോബ് ആയിരിക്കത്തില്ലല്ലോ, ഈ ജോബാണെങ്കിൽ നമ്മൾ പഠിക്കുവാണല്ലോ, ഇത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പേർക്ക് എന്തായാലും ബിസിനസ് ആണെന്ന് മനസ്സിലാവും. പിന്നെ കുറേ പേർക്കൊക്കെ എന്നെ അവിടെ അറിയാം. അതായത് എൻ്റെ സ്റ്റാഫൊക്കെ ആയിട്ട് ഒരു കണക്ഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അവിടെയുള്ള ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഒരുവിധപ്പെട്ട UK-കാർക്കൊക്കെ ഏകദേശം ഐഡിയ ഉണ്ടാവും. പിന്നെ പുതിയതായിട്ട് വന്ന ആർക്കും അറിയത്തില്ല. കാരണം ഞാനിപ്പം നിർത്തിയിട്ടിപ്പം 1-2 കൊല്ലമായി. അതായത് ഞാനായിട്ട് ഡയറക്റ്റ് മാനേജ്മെന്റിൽ നിന്ന് മാറിയിട്ട് 1-2 കൊല്ലമായി. എങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം? ഇൻസ്റ്റഗ്രാമർ എന്ന് കേൾക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ബിസിനസ്മാൻ? ഫാൻസ് കൂടുതലും ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറെ ഫാൻസ് വന്നിട്ടില്ലേ? ഇൻസ്റ്റഗ്രാമിൽ എന്താ, നമുക്ക് എനിക്കിഷ്ടമുള്ളൊരു ലിവിങ് ഞാൻ സെറ്റപ്പ് ചെയ്തു. വീട്, വണ്ടി, പിള്ളേര്, ഗെയിമിങ്, നമ്മുടെ ഒരു ഫാം ഹൗസ്, ആ ഒരു രീതി അതെല്ലാവർക്കും ഇഷ്ടമുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാനൊന്നും അവർ ആ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ജീവിച്ചാൽ പോരെ, അതല്ല അതിൻ്റെ രസം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഒന്നും പ്ലാൻ ഒന്നുമല്ല, ജസ്റ്റ് വെറുതെ ഞങ്ങൾ രാവിലെ പോകുന്നതും വൈകിട്ട് വരുന്നതും അങ്ങനത്തെ എല്ലാം കൂടെ എടുത്ത് വർക്കൗട്ട് ചെയ്തൊരു പരിപാടിയാണ്. പിന്നെ എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴായിരുന്നു അപ്പൊ വീഡിയോസ് ചെയ്ത് തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ വന്നേ ഇൻസ്റ്റയിലൊക്കെ? അല്ലെങ്കിൽ ഞാൻ വെറുതെ ബോറടിച്ചു തുടങ്ങി ലൈഫ്. ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ലൈഫ് റിപ്പീറ്റേഷൻ ലൈഫാണ്. പുറത്ത് പോകുന്നു, വരുന്നു, ട്രിപ്പ് പോകുന്നു, തിരിച്ചു വരുന്നു, എൻജോയ് ചെയ്യുന്നു, രാത്രി ചില്ലടിക്കുന്നു, കിടന്നുറങ്ങുന്നു, റിപ്പീറ്റ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഇൻട്രാക്ഷൻസ് കാര്യങ്ങളായിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ജസ്റ്റ് പറഞ്ഞോളൂ, നീ വെറുതെ ക്യാമറ കൈ പിടിച്ചോ,
നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോസൊക്കെ എല്ലാം എടുത്ത് ഒരുപാട് കഴിഞ്ഞിട്ട് ഞാനതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. കുറേ വീഡിയോസ് ഓൾറെഡി എൻ്റെ കയ്യിൽ പെൻഡിങ് കിടപ്പുണ്ട്, ഞാനൊന്നും പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഞാൻ അധികം കാണിക്കാറില്ല, കാണിക്കേണ്ട പോർഷൻസ് ഉണ്ട് അത് വെച്ചിട്ട്. കാരണം എല്ലാവർക്കും ഒരു എയും ബിയും ഉണ്ടാവില്ല, രണ്ട് സൈഡ് ഉണ്ടാവില്ല. ഒരു കോയിൻ ആകുമ്പോൾ രണ്ട് സൈഡുള്ള പോലെ നല്ല രണ്ട് സൈഡ് എനിക്കുണ്ട്. അപ്പോൾ ഒരുവിധം നല്ലത് കാണിക്കും, മോശം നമ്മൾ കാണിക്കാറില്ലല്ലോ. ആരും സർവൈവൽ ഇൻസ്റ്റിങ്സാ, അത് ആ രീതിയിൽ പോകുന്ന കാര്യങ്ങൾ. അത് മാത്രമല്ല, നമുക്കിപ്പം ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കണമെന്ന് ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രൈവസി ഈസ് ലൈക്ക് നമ്മൾ എവിടെ പോയാൽ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം ഒരു മീറ്റിങ്ങിന് പോകുമ്പം അതിനിടയിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ വേറൊരു ആംബിയൻസിൽ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തം കാര്യങ്ങളൊന്നും പറയാത്തത്. ബട്ട് സ്റ്റിൽ യു കെ ഈസ് കാം. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. സമയം രാവിലെ 9:15. തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഒരു അരമുറി ആപ്പിളും കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ നേരെ പോകുന്നു ജിമ്മിലേക്ക്. ഇന്ന് എനിക്ക് ട്രെയിനിങ് ഉള്ള ദിവസമാണ്. നമ്മുടെ ട്രെയിനർ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. പറ്റാവുന്ന വെയിറ്റ് ഒക്കെ വലിച്ചു പൊക്കി ഞാൻ ജിമ്മ് ഫിനിഷ് ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക്. നമ്മളെ പിള്ളേർ എനിക്ക് വേണ്ടി വാതിക്കെ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാനൊരു റൗണ്ട് അവരോടെ കളിച്ചു. ലിയാപ്പി ഹൈലി എനർജറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ അവൻ എത്ര നേരം വേണമെങ്കിലും കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എന്തായാലും അവന്റെ സന്തോഷം വേണ്ടി ഒരു ഉണക്ക മിനിറ്റ് എടുത്ത് ഞാൻ അടുത്ത ടാസ്കിലേക്ക്. ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ വണ്ടി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ തിരിച്ചും മറിച്ചു വിട്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ BM പ്ലഗിന് വിട്ട് ഞാൻ ഓടിപ്പോയി ഒരു കൂളിംഗ് പാസ്സാക്കി നേരെ ഗെയിമിംഗ് റൂം. ഇതിനകത്ത് കയറിയ ഒരു ഫുൾ ഡേ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. ഇതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫോ. ഇപ്പൊ ജിമ്മില്ല, ജിമ്മ് കൺട്രോൾ ചെയ്തു, ആ വീട് മാറി. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. ഒരു 10-11 മണിയാകുമ്പോൾ എണീക്കും, ബ്രേക്ക്ഫാസ്റ്റ്, ചായ, ആ ഒരു സെറ്റപ്പിൽ. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കും, പിന്നെ എന്തെങ്കിലും ഇമെയിൽസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഈവൻ ദോ റിട്ടയർമെന്റ് എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്യും. കീപ്പ് ഓൺ, എന്താണ് ഇന്നത്തെ ഷെഡ്യൂൾ, എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ്, അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും. അതൊക്കെ കേൾക്കും. പിന്നെ യൂട്യൂബ്, ഒരു സൈഡിൽ യൂട്യൂബ് പ്ലേ ചെയ്യും, ഒരു സൈഡ് ഗെയിം കളിക്കും. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പുറത്ത്, ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് അധികം പുറത്ത് പോകാറില്ല. എനിക്ക് നല്ല യാർഡുണ്ട് വീട്ടിൽ, അപ്പോൾ അവരെ അവിടെ അഴിച്ചുവിട്ടാൽ അവർ ഹാപ്പി. അവിടെ ഇടയ്ക്ക് ഞാനും പോയി 2 ഫുട്ബോളൊക്കെ തട്ടി അവരോട് നിൽക്കും. ആ ജിമ്മ് ഒഴികെ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഞാൻ ഇപ്പൊ പുതിയ വീട്ടിലാന്ന് തോന്നുന്നു, കുറേ സ്പേസ് ഉണ്ട് കളിക്കാൻ അവർക്കൊക്കെ അല്ലേ. ഫാം ലാൻഡ് അത്. അവിടെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസം. അപ്പോൾ കുതിരയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫെൻസ് ചെയ്തേക്കുക. അല്ല നേരെ കുതിര അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല തൊഴി കിട്ടും, നല്ല ചവിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഫെൻസ് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കുക. നല്ല ഏരിയ, അത് നല്ല കാമാണ്. എനിക്ക് നോക്കുമ്പോൾ ഒരു സമാധാനമുള്ള ഏരിയ. സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ഹില്ലി ഏരിയ, നേരെ നോക്കുമ്പോൾ വീട്, യാർഡ്, വണ്ടി. പിന്നെ ബാക്കോട്ട് നോക്കാറില്ല. ഈ 6 മാസം കൊണ്ടാണ് ഇപ്പൊ ഒരു 5 lakhs ഫോളോവേഴ്സ് ആയത്. ആ ഒരു അത് തിരിഞ്ഞു നോക്കുമ്പോൾ, ലൈക്ക് തിരിഞ്ഞു നോക്കാറില്ലെങ്കിലും പെട്ടെന്ന് ഒരു 6 months 5 lakhs ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. ഞാനത് ഫോക്കസ് ചെയ്തിട്ടില്ല. ഇല്ല, അത് അങ്ങനെയാണോ, ഫോളോവേഴ്സ് കൂടിയോ, എത്ര പേര്, അതൊന്നും ഞാൻ നോക്കാറില്ല. ഇപ്പം പിന്നെ നോക്കും. ഇപ്പം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ മെസ്സേജിൽ അപ്ഡേറ്റഡ് ആയിരിക്കും എപ്പോഴും. പക്ഷേ നോർമലി ഈ ഹായ് ബ്രോ അങ്ങനത്തെ മെസ്സേജിനൊക്കെ എനിക്കൊരു പരിധി ഉണ്ടല്ലോ റിപ്ലൈ അയക്കാനുള്ള. നല്ല നല്ല മെസ്സേജസിന് ഡെഫിനറ്റ്ലി റിപ്ലൈസ് ഉണ്ട്. പിന്നെ കുറേ പേര് ബിസിനസ് ടിപ്സ് ചോദിക്കും. ദർ ഇസ് നോ ബിസിനസ് ടിപ്സ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണല്ലോ. ടിപ്സ് പറഞ്ഞു കൊടുക്കാനും പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതാണ് മെയിൻലി കുറെ ക്വസ്റ്റ്യൻസ്. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഞാൻ എങ്ങനെ വേറെ ആളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടൊരു സംഭവമാണല്ലോ. അപ്പം ആ രീതിയിൽ ഇൻസ്റ്റാഗ്രാം ഈസ് ഓക്കെ. ഇൻസ്റ്റാഗ്രാം ഞാൻ വെറുതെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേ ഷോർട്സ് എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതല്ലാണ്ട് സോഷ്യൽ മീഡിയ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോസ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും. പണ്ടത്തെ അതേ ശീലം, അതിനിടയ്ക്ക് റീൽസ് ഒന്ന് ആഡപ്പ് ആയെന്ന് മാത്രമേ ഉള്ളൂ. രീതി. നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഇപ്പം ആൻവിന്റെ വീഡിയോസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 3 പിള്ളേരാണ്, റോളക്സ്, ലിയോ, മറ്റേ ആൾക്ക് എന്താ ഭീകരൻ. അത് ഞാൻ പറയാം, ബ്ലാക്ക് പാന്തർ ലുക്കാ. അപ്പൊ പിന്നെ ഞങ്ങൾ ബഗീര പ്ലാൻ ചെയ്ത്, പിന്നെ വിചാരിച്ചു ബഗീര വേണ്ട, ഭീകര എന്ന് വിളിക്കാന്ന് പറഞ്ഞത്. പക്ഷെ അവനൊരു ഭീകര ലുക്കാ. വലുതാവുമ്പോൾ അവന്റെ ലീനിയേജിൽ അവന്റെ ഫാദർ ഭയങ്കര അപ്സൈസ് ആയി, ക്ലോസ് ടു 70+ കിലോസാ. അപ്പം അവൻ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പൊ സ്റ്റിൽ ഓൾറെഡി 50 kilos ആയി, 7 months ആവുന്നേ ഉള്ളൂ. അപ്പം ഹി വിൽ ബി ഹ്യൂജ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഭീകര ലുക്കും ഉണ്ട്, ഭീകരന്ന് പേരുണ്ട്, കുറച്ച് സ്വഭാവം മറ്റേ പാവത്തിന്റെ 3 കുടുവാവയാണ് പറയുന്നത് വരെ ഓൺ മൈ കമാൻഡ്. അതുവരെ ചില്ലാൻ കാമായിരിക്കും, കമാൻഡ് ചെയ്ത കുണുവാവ മാറി ട്രെയിൻഡ് ഡോഗ്സ് ആവും, ആ ഒരു രീതി. പക്ഷെ ഞാനിങ്ങനെ കമാൻഡ് ചെയ്യാറില്ല. എങ്ങനെ ഇപ്പം എത്ര, എനിക്കൊന്ന് റോളക്സ് അല്ലേ ഫസ്റ്റ് വൺ, അപ്പം ആളെ ഏത് പ്രായത്തിലാണ് കിട്ടിയത്? ഞാൻ 8 weeks റോളക്സിനെ ഇങ്ങനെ കൊണ്ടുവന്നതാ, 2 കയ്യിലെടുത്തോണ്ട് വന്ന്
ഒരു സെറ്റപ്പ് കൊടുത്തു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് കാമാണ്. റോളക്സ് വളരെ ചെറുതായിരുന്നു. റോളക്സ് പിന്നെ ഒരു വയസ്സ് വരെ ഒറ്റയ്ക്ക്. പിന്നെ റോളക്സിന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു ലിവിങ് കുറച്ചുകൂടെ ഹെക്റ്റിക് ആയിരുന്നു. അതായത് എൻ്റെ ഷെഡ്യൂൾ രാവിലെ 6 o'clock ടു രാത്രി 11 o'clock വരെ എൻ്റെ ഒരു ഷെഡ്യൂളായിരുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബിസിനസ് എല്ലാം മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ റോളക്സിന് കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പിന്നെ ഞാൻ ലിയോയെ കൊണ്ടിരുന്നത്. ലിയോയെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി അറ്റൻഷൻ കൊടുക്കണ്ടായിരുന്നു എന്നുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് എനിക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ ഷെഡ്യൂൾ അങ്ങ് മാറ്റി. പിന്നെ ഇവർക്ക് വേണ്ടി അങ്ങായി ആ രീതി ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ റോളക്സിന് എപ്പോഴും റോളക്സിന് എന്നാലും ഞങ്ങൾ എവിടെ പോലും കൊണ്ടുപോകും. റോളക്സ് മാത്രമായിരിക്കുന്ന സമയത്താണെങ്കിൽ എന്ത് മീറ്റിംഗ് ആണെങ്കിലും കൊണ്ടുപോകും. പക്ഷേ റോളക്സിന് സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ട്രൈ ചെയ്ത് അങ്ങനെ അങ്ങ് ആയി. അപ്പം 3 പേരെ ഇപ്പോൾ എവിടെ പോലും കൊണ്ടുപോകും. അവർക്ക് വേണ്ടിയാണ് ആ വാൻ വാങ്ങിയത്. വാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ വാൻ ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ കൊള്ളാം, ഒരു വണ്ടി റെൻറ്റ് ചെയ്യാം, റെൻറ്റ് ചെയ്ത് നമുക്കൊരു ട്രിപ്പ് പോകാൻ നല്ല രസമായിരിക്കും എന്നുള്ള രീതി പറഞ്ഞു. പിന്നെ റെൻറ്റിങ്ങിന് പോയപ്പോൾ എന്താ കോംപ്ലിക്കേഷൻസ് കാരണം നമ്മളത് നൈസായിട്ട് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചു ട്രിപ്പ് പോകാൻ വേണ്ടി. അത് നല്ല വണ്ടിയായി. ഇപ്പോൾ അവിടെ വെറുതെ കിടപ്പുണ്ട്. ഈ ഇപ്പം നമ്മൾ ഡോഗ് പേരൻസ് ആകുമ്പോൾ ഇപ്പോൾ ഡോഗ്സിന് കുറെ ഇഷ്ടങ്ങളുണ്ടാവും. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും നമുക്കത് മനസ്സിലാവും. അപ്പം എൻ്റെ ഡോറേനെ ഞാൻ പറഞ്ഞില്ലേ 8 weeks ആ ഒരു ടൈമിലാണ് എനിക്കും കിട്ടിയത്. അപ്പം അവൾക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പെർട്ടിക്കുലർ സോങ് മാത്രം എപ്പോഴും കേൾക്കും. അതേപോലെ റോളക്സിനും ലിയോക്കും ബീഗറിനും അങ്ങനെ എന്തെങ്കിലും സോങ്സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ? റോളക്സിന്റെ കാറ്റഗറിയിൽ എന്നെ മാത്രം ഇഷ്ടം. അതായത് അവന്റെ വേൾഡ് ഞാനാ. അപ്പൊ ഞാനിപ്പോ എവിടെ വന്നാലും എന്റെ കൂടെ വന്നിരിക്കുക, ലൈക്ക് ഇവിടെ വന്നിരിക്കും, ഞാൻ തലോടിക്കൊണ്ടിരിക്കണം. കൈ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തോട്ട് നോക്കും. നിർത്തിയോ ആ ഒരു സ്കീമില്. ലിയോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. ലിയോ ഒരു ഇൻഡിപെൻഡന്റ് ഡോഗാ. അതായത് അവന് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവന് ജസ്റ്റ് അവന് ആവശ്യമുള്ളപ്പോൾ ഡോറും തുറന്നു കൊടുക്കുക, അത്രയും മാത്രമേ അവന് ആവശ്യമുള്ളൂ. അവനെ തൊടുന്നതോ കളിപ്പിക്കുന്നതോ കൊഞ്ചിപ്പിക്കുന്നതോ അവന് ഇഷ്ടമല്ല. ഭീകരൻ കുണുവാവ. അത് ഞങ്ങൾ ഇതൊരു ട്രെയിനിങ്ങിന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രെയിനിങ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു രീതി പൊക്കോട്ടെന്ന് ചോദിച്ചത്. എന്തായാലും കുഞ്ഞല്ലേ. അപ്പോൾ ഇപ്പോൾ അവന് കാലിനൊരു പ്രോബ്ലം വന്നു. ഞാൻ അതിനു വേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ വന്നേ. അവൻ്റെ കാലിൽ 2-3 ഡോക്ടേഴ്സിനെ ഒന്ന് കാണിച്ച് എന്താണ് ആവശ്യം. കാരണം അവിടെ ഇച്ചിരി എക്സ്പെൻസീവാണ്. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുവരാൻ പോവാ. ഭീകരം മാത്രം വരുമായിരിക്കും. ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങനെ കൊണ്ടുവരുന്നു. കാരണം 3 എണ്ണത്തെ കൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ക്ലൈമറ്റിക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും ഏതെങ്കിലും ഒരു പോയിന്റിൽ. അപ്പോൾ 3 പേരെ കൊണ്ട് ഒരെണ്ണത്തായിട്ട് കൊണ്ടുവരാനും പറ്റത്തില്ല. ഒരു ഹോൾ പാക്കേജ് അവർ എവിടെ പോകുന്നു 3 എണ്ണത്തെ അങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് ട്രൈ. ഓക്കെ. ഈ ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ നമുക്ക് പെറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പം വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. വേണമെങ്കിൽ ക്യാറ്റ്സിന് വാങ്ങിക്കാം. ഇഷ്ടമല്ല. അല്ലെങ്കിൽ ബേർഡ്സിന് വാങ്ങിക്കാം. ബേർഡ്സ് ഉണ്ട്. ബേർഡ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ബേർഡ്സ് ഫ്രീ ബേർഡ്സാ. അങ്ങനെ നമ്മളവിടെ ഫീഡ് ചെയ്ത് എല്ലാവരും രാവിലെ എത്തും, വൈകുന്നേരം പോകും അവരുടെ ഇഷ്ടത്തിന്. എന്നാൽ എന്തുകൊണ്ട് ഡോഗ്സ് തന്നെ മതി എന്ന് തീരുമാനിച്ചേ? 3-4 വട്ടം പറഞ്ഞ സംഭവമാണ് ലോയൽറ്റി. അതൊരൊറ്റ വാക്ക് അതിൽ അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളോട് ഇഷ്ടമുള്ളൊരു ജീവി മസ്താനിക്ക് മസ്താനി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് മേലോട്ട് മസ്താനി ഇഷ്ടമുള്ള അത്രയും വേറൊരാളുണ്ടാവും. അല്ല, എനിക്ക് എന്റെ ഡോഗ്സിനെ ഇഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഡോഗ്സ് എന്നൊരു ക്യാറ്റ് ആവുന്നില്ല. അത് ലോയൽറ്റി ആ സംഭവം അത് ഡോഗ്സിന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെക്കാൾ ഇഷ്ടമുള്ള ഒരു ആനിമലോ ഒരു ഹ്യൂമനോ വാട്ട് എവർ ഇറ്റ് ഈസ്, ജീവനുള്ള ജീവി ഡോഗ് മാത്രമാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഡോഗ്സ്. എനിക്ക് അങ്ങനെ ലോയലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ താല്പര്യം, ലോയൽറ്റി ഇല്ലാത്ത ആൾക്കാരെ താല്പര്യമില്ല. അപ്പോൾ അതൊരു സിമ്പിളാണ്. ഐ പ്രിഫർ ലോയൽറ്റി എന്നുള്ളത്. എന്നോട് ഇപ്പൊ ചോദിച്ചില്ലേ എന്നെക്കാൾ ഇഷ്ടം എന്താന്ന്. അപ്പം എനിക്ക് ശരിക്കും എനിക്ക് എൻ്റെ ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടം. അപ്പം എസ്പെഷ്യലി ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. പാടില്ല, ചെയ്യണ്ട എന്നൊക്കെ കുറേ ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ചില റിലേറ്റീവ്സ് വരില്ല. അതായത് എൻ്റെ ഡോഗ്സിനെ ഞാൻ കെട്ടിയിടാ ഒന്നുമില്ല. നമ്മളെങ്ങനെയാണോ അതേപോലെ അവർക്ക് ആ വീട്ടിൽ താമസിക്കാം. എൻ്റെ ബെഡിൽ കിടക്കും, എൻ്റെ കൂടെ ഫുഡ് കഴിക്കും, എൻ്റെ കൂടെ TV ആണ്, അങ്ങനെയൊക്കെയാണ്. അപ്പം ചില റിലേറ്റീവ്സ് ഒന്നും വരില്ല. ഡോഗ്സ് ഉള്ളതുകൊണ്ട് കൗച്ചിലിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫുഡ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വരണ്ട എന്ന് തന്നെ പറയാനൊരു ഓപ്ഷൻ നമുക്കുള്ളൂ. അതായത് എൻ്റെ വീട്ടിൽ ഇതേപോലെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്. ദേ വർ നോട്ട് കംഫർട്ടബിൾ. അവരുടെ പാത്രം എൻ്റെ സിങ്കി കഴുകുന്നത് അവർ പറഞ്ഞു സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ലൈക്ക് ഹൂ ആർ യു ടു ടെൽ മീ വാട്ട് ഐ ഷുഡ് ഡു. എൻ്റെ പിള്ളേർ അവിടെ ജീവിക്കുന്നത് അവരുടെ വീടാ. നമ്മൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരവിടെ പാടില്ല. എൻഡ് ഓഫ് ദി ഡേ അവർ ബാക്കി ആൾക്കാർക്ക് ആനിമൽസ് ആയിരിക്കും, എനിക്ക് ആനിമൽസ് അല്ല. ഓക്കെ, ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. ഈ പെറ്റ് പാരൻസിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ബാക്കി എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് നമുക്കറിയത്തില്ലല്ലോ.
നെവർ കം ടു മൈ ഹൗസ് ആൻഡ് സേ എൻ്റെ പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ ഒന്ന് പറയരുത്. ഐ വുഡ് സിംപ്ലി ആസ്ക് ദം ടു ലീവ്. അത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പൊക്കോ, വരണ്ട. അതാ ഡോറിനൊക്കെ. അതെ, അതാണ് മെയിൻ ഡോർ. യു ക്യാൻ ഓപ്പൺ ഇറ്റ് ആൻഡ് ലീവ്. ഞാൻ ആ ഒരു രീതി നമ്മൾ പറഞ്ഞു വിട്ടാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഡോഗ്സ് ആണ് നമുക്ക് ഇഷ്ടമെങ്കിൽ ഡോഗ്സ്, ക്യാറ്റാണ് ഇഷ്ടമെങ്കിൽ ക്യാറ്റ്. നമുക്ക് ഇഷ്ടമുള്ള, നമ്മളോട് ആരും പറയരുത് എന്ത് ചെയ്യണം. മസാനോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് നമ്മുടെ ലൈഫല്ലേ ഉള്ളൂ. ഡു വാട്ട് യു ലൈക്ക്. ആ ഒരു ഒറ്റ സ്കീമാണ്. ചില ആളുകൾ പറയും അത് വേറെ ഒരു പട്ടിയല്ലേ. ഓ, എനിക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടുകൂടോ. നമ്മൾ ഈ അടിക്കാൻ പറ്റാത്തോണ്ട് മാത്രം നമ്മൾ മിണ്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ. എന്തിനാ ഇത്ര കൺസേൺ കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ, അതൊരു പട്ടിയല്ലേ. അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനോ ഇതൊന്നും അതിനോട് ഇല്ലാത്തത് കൊണ്ട് ഒരു മാറ്ററാ. എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ലിറ്ററലി നോ വാട്ട് ദേ ഡു. അത് വെച്ചിട്ട് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ അറിയാം. ലിയോയുടെ കാര്യം മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ കമ്മ്യൂണിക്കേഷനിൽ. ചില കാര്യങ്ങൾ അവൻ ബാർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്തെന്ന് മനസ്സിലാവില്ല. അപ്പം അതനുസരിച്ച് സ്റ്റിൽ ഐ പ്രിഫർ ഡോഗ്സ്. നമ്മളിപ്പം ഇപ്പം ആനൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴാണെങ്കിലും റീൽസ് കാണുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്താണ് ഈ പയ്യന് പണി, എന്താ അവൻ അവിടെ ചെയ്യുന്നത്, അത് ബിസിനസ് എന്താണെന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ UK മൂഞ്ചി കുത്തി പെട്ടിയും പറക്കി നാട്ടിൽ പോയിട്ട് അവിടെ പോയി പറഞ്ഞോളന്നില്ല ശരിക്കുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. മൈൻഡ് ഉണ്ടോ എന്ത് നടക്കും. ഈ മാസം നമ്മൾ ഉണ്ടാക്കിയ ഫിഗറാ. ടോട്ടൽ ഫിഗർ ജസ്റ്റ് ബിലോ 30,000. ഇച്ചിരി ഡള്ളായിരുന്നു. ഇതെല്ലാം ഗെയിം കളിച്ചുണ്ടാക്കിയതല്ല, പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയതാ. ഇത് ലിറ്ററലി എല്ലാവരെയും കൊണ്ടും പറ്റും. അവിടെ ഇവിടെ ആരും തുടങ്ങിക്കോ. കേറി പോരണ്ടവർക്ക് കേറി പോരാം, രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപ്പെടാം. ഒട്ടും വൈകിട്ടില്ല. ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതിന്റെ ഇടയിൽ കൂടി ചില ആൾക്കാർക്ക് ഇട്ട് കൊട്ടി പാടില്ലല്ലോ, കളത്തരം പാടില്ല. ശരിയാ, എനിക്ക് കുറെ വന്നിട്ടുണ്ട് പ്രൊമോഷൻ. എനിക്കും വരാറുണ്ട്. പ്രൊമോട്ട് ചെയ്യാൻ ചോദിച്ചിട്ട് ചെയ്യില്ല. നോ അല്ലേ? ഓക്കെ, പറ ശരിക്കും എന്താ നിങ്ങൾക്ക് അവിടെ പരിപാടി? എന്താ കിരിയേട്ടന്റെ സെറ്റപ്പ്? ആ വീഡിയോ തന്നെ ഉണ്ട് ഞാൻ ചെയ്യുന്ന മെയിൻ പരിപാടി. എനിക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് ഫേംസ് ഉണ്ട് അവിടെ. ലിറ്ററലി മോസ്റ്റ് ഓഫ് ദ സിറ്റീസിൽ ഞങ്ങൾക്ക് ഒരു ഡീറ്റെയിലിംഗ് ഫേം ഉണ്ട്. അത് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞാലും കാര്യമില്ല. കാരണം ഇവർ ഇതെന്തെന്നറിയോ, ഞാനിത് പറയാതിരിക്കാനുള്ള കാരണം ഇത് ക്ലിയർ ആക്കാൻ. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലൈക്ക് അവൻ കാർ സെയിൽസിലാണ് നിൽക്കുന്നത്, മല്ലു മെക്കാനിക്സ് പറഞ്ഞിട്ടുള്ളത്. അവരെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത ആൾക്കാർ നമുക്കറിയാം, നമുക്ക് മനസ്സിലാവും. ഇമെയിൽസ് അയച്ചിട്ട് ഒരു പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം യൂസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും അവൻ്റെ പേര് ഫുൾ നെയിം വരുമ്പോൾ വേറെ എന്തായാലും ഡിഫറെൻറ്റ് നെയിമാണ്. ഓക്കെ, അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് വരുന്നത്. പോലീസ് വരും, ഹോം ഓഫീസ് വരും. ഇതൊരു ആൾക്കാർക്കൊരു കൗതുകമാണ്. ലൈക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെങ്കിൽ പണി കൊടുക്കാമെന്ന ഇതിൽ എന്തായാലും എനിക്കറിയാം വെള്ളക്കാരല്ലാന്ന്. കാരണം വെള്ളക്കാർക്ക് അതിനുള്ള സമയമില്ല. ഡെഫിനറ്റ്ലി മലയാളീസ് ആണ്. ഞാൻ അത് അങ്ങനെ തന്നെ പറയുന്നു. അത് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല, അവരങ്ങനെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ബിസിനസ് റിവീൽ ചെയ്യാതിരിക്കുന്നത്. കാരണം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പണി ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. കാരണം റിവീൽ ചെയ്യാൻ പാടുള്ളതുണ്ട്, പാടില്ലാത്തതുണ്ട്. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സസ് ഉണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക്. പക്ഷേ സ്റ്റിൽ ആ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഒരു വണ്ടി ഡീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ? ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്യും. വാഷ് തൊട്ട് ഓൾ ദ വേ അപ് ടു സെറാമിക്സ്, PPF, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എല്ലാം ചെയ്യുന്നത്. 20 ഇപ്പം കറന്റ് 11 സിറ്റീസിൽ മെയിനായിട്ടുണ്ട്. 20 സിറ്റീസിലോട്ട് അത് ആയിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കും. ക്ലോസ് സംവെയർ ദർ. ഞാൻ ഇതൊരു അപ്ഡേറ്റ് എടുത്തില്ല ബാക്കി എവിടെ എത്തിയെന്നുള്ളത്. ഗോയിങ് ഇപ്പം ആ ഒരു രീതിയിൽ. അതാണ് എൻ്റെ മെയിൻ ബിസിനസ്സിലൊന്ന്. അതായത് കാർസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. യെസ്, എൻ്റെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാം കാർസ് ആയിട്ട് കണക്ട് ആയിക്കൊണ്ടിരിക്കുക. അല്ലാതെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളത് കെയർ ഹോംസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതാ കെയർ ഗ്രൂപ്പ് 24 എല്ലാം പൊക്കിയല്ലേ. ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വന്നിട്ട് ഇരിക്കുക. എനിക്ക് പൊക്കാൻ ഇനിയുണ്ട് സംഭവം. അതെനിക്ക് ഇത്രയും കിട്ടിയുള്ളൂ. അത് അവിടെ അതേ കിട്ടത്തുള്ളൂ. ബാക്കി ആൾക്കാര് പല പേരിലും പല നാർക്കോട്ടിക്സ് അത് ചെയ്യാറില്ല. ഇല്ല അല്ലെങ്കിൽ അത് ചെയ്തേര്. എന്നാലും മൊത്തം എത്ര ബിസിനസ് ഉണ്ട്? അത് പറയാൻ പറ്റത്തില്ല. ഒരു 10 ഉണ്ടാവും. 10 മേലെ ഉണ്ടാവും. അന്നൊരു 25 15 ഫിൽറ്റർ ചെയ്ത് അത്രയ്ക്കൊന്നും ഇല്ല. ഇത് ഇത്രയും ബിസിനസ് ഒക്കെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ആൾക്കാർക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഹ്യൂജ് ആവണമെന്നില്ല. നമുക്ക് എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 7 പാസീവ് ഇൻകംസാണ്. 7 ഇൻകം വരണമെന്നാണ് ശരിക്കും നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം വരേണ്ട റൂള്. നമുക്ക് 7 ലൊക്കേഷനിൽ നിന്ന് 7 ടൈപ്സ് ഓഫ് ഇൻകംസ് വന്നു കഴിഞ്ഞാൽ സ്മോൾ ആവും. ലെറ്റ് ഇറ്റ് ബി വെരി സ്മോൾ, ലെറ്റ് ഇറ്റ് ബി ഹ്യൂജ്.
നമുക്ക് എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നല്ലൊരു ഫിഗർ കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. അപ്പോൾ അത് വെച്ച് ഡെവലപ്പ് ചെയ്ത് വി ആർ ഡൂയിങ് ഗുഡ്. ഡീറ്റെയിലിംഗ് ഫേമിൽ നിന്ന് 30,000 pounds കിട്ടുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് മൊത്തം എത്ര കിട്ടുന്നുണ്ട്? അങ്ങനെയൊക്കെ പറയാ എങ്ങനെ ശരിയാകുന്നത്? ശതകോടീശ്വരൻ എന്നൊക്കെ പറയാം. എന്തായാലും തപ്പിയതല്ലായിരുന്നു. ബാക്കി ഗവൺമെന്റ് സൈറ്റിലുണ്ട് എത്ര ഇൻകം ഉണ്ടെന്നുള്ള എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വരെ തപ്പിട്ട് അവിടെ പോക്കാൻ പറ്റിയില്ലല്ലേ? ഇത്രയും ഒക്കെ അറിയത്തുള്ളായിരുന്നു അല്ലേ? നേരത്തെ പറഞ്ഞത് ഞാൻ ലിങ്ക് അയച്ചു തന്നേനെ. അതായത് അവിടെ വന്ന സമയത്ത് സ്റ്റാർബക്സിൽ നിന്നപ്പോ 200 to സബ്വേയിൽ നിന്നപ്പോ 200 to 300 ഇടയിലായിരുന്നു. അത്രയും പൗണ്ട്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു 30,000 poundsലേക്ക് എത്തപ്പെട്ടു. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ. അതാണ് മെയിൻ ഹൈലൈറ്റ്. 30,000 കിട്ടുന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ബിസിനസ്സിൽ നിന്ന് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഗൈസ് ആ ഡീറ്റെയിലിംഗ് ഫോമിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കരുത് പറഞ്ഞ് കമ്പനി പൂട്ടി പോവോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. അത് ഓക്കെയാണ്. മണീസ് ഓക്കെ, ഞങ്ങൾ ഓക്കെയാണ്. അത് വെച്ച് ജീവിക്കാനുള്ള സെറ്റപ്പ് മതി. ബാക്കിയൊന്നും ഞാൻ അറിയാതിരിക്കും നല്ലത്. ഇത്രയുള്ള ആളാണ് പട്ടിക്കുട്ടികളെ കളിപ്പിച്ച് ചില്ലായിട്ടിരിക്കണേ. അല്ലേ റിവീലായല്ലേ? മുഖംമൂടി കഴിഞ്ഞു മുഖംമൂടി അയച്ചു വീഴ്ത്തി. പക്ഷെ ഇല്ല, ഇനി ഞങ്ങളോട് പറയാത്ത കുറെ രഹസ്യങ്ങളുണ്ട്. അതുണ്ടാവുമല്ലോ. മനുഷ്യനാണെങ്കിൽ രഹസ്യം എന്തായാലും വേണം. കാണിക്കാൻ പറ്റുന്നത് കാണിക്കാൻ പാടില്ലാത്തത് എല്ലാം വേണമല്ലോ. അതുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെ മുന്നിലും കാണിക്കണ്ട. വേണ്ട. പിന്നെ നമ്മൾ ചോദിക്കുമ്പോ പക്ഷെ വെറൈറ്റി മീഡിയയിൽ സത്യം മാത്രം പറയാം. അതെങ്ങനെയാ? പ്രത്യേകിച്ച് ഷോയില് ചകഞ്ഞ് എടുക്കുകയാണല്ലോ മൊത്തത്തിലുള്ള കാര്യങ്ങളല്ലേ. ഇത് ആൾക്കാരുടെ കമന്റ് സെക്ഷനിൽ പോയിട്ട് അവിടെ ലോജിസ്റ്റിക്സും എല്ലാം നോക്കാം. അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് അവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. കുറച്ചൊക്കെ ഫയലിങ്ങിന്റെ ഒക്കെ കുറെ ഭാഗം കിട്ടും. ഇൻകം ഒക്കെ അതിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഫൈനാണ്, കിട്ടാത്തൊന്നുമല്ല. പിന്നെ കാൽക്കുലേറ്റ് നോക്കിയാൽ മതി. എന്തായാലും ഇവിടെ വരെ നോക്കിയതല്ലേ, ബാക്കി ഇത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് നോക്കിയാൽ. എന്നാലും ഇപ്പം അവിടെ ആരൊക്കെ ഉണ്ട്? അപ്പം UK ആ വീട്ടിലിപ്പം നമ്മുടെ പിള്ളേരുണ്ട്. എനിക്ക് 2 പേരുണ്ട് അവിടെ. ഷോൺ എന്ന് പറയും, ജോൺ എന്ന് പറയും. 2 പേരായിട്ട്. ഷോൺ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എൻ്റെ കൂടെ തന്നെ നടക്കുക, ചില്ലടിക്കുക. അവൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹീസ് വിത്ത് കമ്പനി, എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ ജോൺ എന്ന് പറയുന്നത് ഓവറോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന, എല്ലാ കമ്പനീസിലും ഒരു തലവെക്കും മാനേജ് ചെയ്തൊക്കെ പോകുന്ന ഒരാളാണ്. അവരവിടെ ഉണ്ടാവും. അവിടെ എല്ലാം താമസിക്കുന്നവർക്ക് വേറെ വീടുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഓൾവേസ് ആ ഒരു രീതിയിൽ. അപ്പം ഇപ്പൊ പുതിയ വീട് നേരത്തെ പറയണ കേട്ടു, എന്താ അതായത് നേരത്തെ താമസിച്ച സ്ഥലം ആൾക്കാർ അറിഞ്ഞു വന്ന്, അതുകൊണ്ടാണോ പുതിയ വീട്? ആൾക്കാർ അറിഞ്ഞു വന്നല്ല, നമുക്ക് ഇതിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആൾക്കാർക്ക് അറിയാം ഡെഫിനറ്റ്ലി. എൻ്റെ വണ്ടി സ്പോട്ട് ചെയ്യാൻ ഈസിയാണ്, നമ്പർ പ്ലേറ്റ് എൻ്റെ പേരാണ്. അപ്പം അത് വെച്ച് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല എൻ്റെ ചില സമയങ്ങളിൽ ഞങ്ങൾ നമ്പർ പ്ലേറ്റ് സ്വാപ്പ് ചെയ്ത് നല്ല വണ്ടിയും കൊണ്ട് നടക്കാറുണ്ട്, ഈ വീഡിയോസിൽ കാണാത്ത വണ്ടിയും കൊണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർക്ക് ഈസിലി ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും, എൻ്റെ ഏരിയ പറ്റും. കുറച്ച് പേര് വന്നായിരുന്നു അങ്ങനെ. നത്തിങ് ബാഡ്, അവർ വരുന്നതിനും തെറ്റില്ല. പക്ഷേ എൻ്റെ ഒരു പ്രൈവസി കൺസേൺസ് അവിടെ ഒരു ചെറിയ ബ്രേക്ക് ആവും. കാരണം എൻ്റെ റുട്ടീൻ കാണാൻ പറ്റും, ഞങ്ങളവിടെ ചില്ലടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. അതിപ്പം മലയാളീസ് എല്ലാവരും വന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവർക്ക് അവരുടെ പണിയുണ്ട് അവിടെ. കുറച്ച് പേർക്ക് നത്തിങ് ബാഡ്. അതെ, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ജസ്റ്റ് വരുന്നു. അപ്പം അതെൻ്റെ പ്രൈവസിയെ ഭയങ്കരമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് പ്രൈവസിയെ ബാധിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവരുടെ റേഞ്ച് പോലും ഇല്ല. അതാ ഞാൻ ചോദിക്കാൻ വന്നേ. നമ്മൾ വീഡിയോസിൽ കാണുമ്പോഴേ ആ വീട് മാത്രമേ ഉള്ളൂ അവിടെ. ആ ഒരു ലൊക്കേഷൻ എന്തൊരു പേടി, 3 എണ്ണം ഇല്ലേ? ചെന്ന് പേടിക്കാനാ. പിന്നെ ഡോഗ്സിന്റെ ടോപ്പിക്കിലോട്ട് വന്ന് കയറുന്നുണ്ട്. അവള് കറങ്ങി പിന്നെ അവിടെ എത്തി. അതെന്ത് ചെയ്യാനാ? അതാണല്ലോ ഇഷ്ടം. വേറെ ഡോഗ്സിനെ വാങ്ങാൻ താല്പര്യം അഡീഷൻ വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രായമാവണം, ഒരു ലെവൽ ഓഫ് ട്രെയിനിങ് കഴിയണം. ആ ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് വേറൊരു പപ്പിയെ അപ്രോച്ച് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മസ്താനിയുടെ പോലെ 2 പേരും തമ്മിൽ 2 വഴിയിലാകത്തില്ലേ? ഇത് അതുപോലെ ആകത്തില്ല. നമുക്കത് ഒരു കംഫർട്ടബിൾ സോണിലത് ബ്രിങ് ഇൻ ചെയ്യണമെങ്കിൽ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം. ഇനി ബെൽജിയം മലിനോ പോലത്തെ ഡോഗ്സ് താല്പര്യമുണ്ട്. ഫാം അതുകൊണ്ടാണ്, കാരണം അവർക്ക് ഒരു വർക്ക് വേണം. ഈ ബെൽജിയം എല്ലാം ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്ക് പറ്റത്തില്ല, ബാക്കിയാൾക്കൊക്കെ പറ്റുമായിരിക്കും. അതിന് ഒരുപാട് എനർജി കാര്യങ്ങൾ വേണം. അപ്പോൾ എനർജി റിലീസിന് വേണ്ടി നമ്മൾ ചെറിയ ഫാം എടുത്തിട്ട് അത് ഓടി ചാടി നടന്നുള്ളൂ ലൈൻ കൂടെ. ആ ഒരു രീതി. ഡോഗ്സ് ഡെഫിനറ്റ്ലി അഡീഷൻസ് എന്തായാലും ഉണ്ടാവും.
ഇപ്പൊ കാർസ് ഉണ്ട്, ഇപ്പം കാർസിന്റെ നമ്പർ പ്ലേറ്റ് പേരാന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ എല്ലാത്തിനും ആൻവിന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഇല്ല, അത് ശരിക്കും പറഞ്ഞത് പേരല്ല. എൻ്റെ വണ്ടിയുടെ നമ്പർ ANW1N എന്നാ. ഐക്ക് പകരം അവിടെ 1 ഓക്കെ. അപ്പം അങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്. അപ്പം സംതിങ് സിമിലർ നമുക്ക് കിട്ടത്തുള്ളൂ, എക്സാക്ട്ലി കിട്ടത്തില്ല. പക്ഷെ എനിക്ക് ആകെ എൻ്റെ 4 പ്ലേറ്റ് എക്സാക്ട്ലി കിട്ടി. ANWIIN, ANWIIN അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഓഫ് ഇത് നമുക്ക് നേരത്തെ പ്രീ പർച്ചേസ് ചെയ്തിടാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിടും, അത് വണ്ടി അനുസരിച്ച് നമ്മൾ വെച്ച് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ പ്രൈവറ്റ് പ്ലേറ്റ്സ് അല്ലേ, രസമല്ലേ, നമ്മുടെ വണ്ടിക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നത് ഒരു നല്ല സ്കീമാണ്. അത് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാർസ് ഉണ്ട്, അത്യാവശ്യം വണ്ടികളുണ്ട്. ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ചെയ്താ? ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റോ A34. അയ്യോ, അതൊരു ക്വസ്റ്റ്യൻ അല്ല. അത് നല്ലൊരു വണ്ടിയുണ്ട് എനിക്ക് അവിടെ. അത് ബിൽഡ് ചെയ്തോണ്ടിരിക്കുക ഞങ്ങൾ എങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊരു വണ്ടി എടുത്ത് ഇച്ചിരി സമയം എടുക്കും ബിൽഡ് ചെയ്ത്. നവംബറിൽ പോയതാ, സ്റ്റിൽ ഞങ്ങൾ ഏകദേശം ഒരു 70% ഫിനിഷ് ആയിട്ടേ ഉള്ളൂ. ഇനിയും സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഈ പഴയ വണ്ടികൾ എടുത്തിട്ട് അത് റീബിൽഡ് ചെയ്ത് സൂപ്പറാക്കി അങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന വണ്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോർമലി നമ്മൾ റാൻഡമായിട്ട് പർച്ചേസ് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവന്മാർ കഴിഞ്ഞ പിന്നെ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം. കാർ ക്രേസ് ഉള്ള ആൾക്കാർക്കും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ആൻവിന്റെ പേജസ് ഒക്കെ. അതിനുള്ളിൽ ഞാൻ അങ്ങനെ കാണിച്ചില്ല, വണ്ടികളൊന്നും അധികം കാണിച്ചിട്ടില്ല. അതിനുള്ളിൽ വണ്ടികൾ വളരെ കുറച്ച് വണ്ടികൾ അതിനുള്ളിൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അത് ജസ്റ്റ് അവിടുത്തെ നോർമൽ ഒരു വാൻ ഉണ്ടായി, ഇത് യെല്ലോ വാൻ അല്ല, അതൊക്കെ അവന്മാർക്ക് വേണ്ടി പോകുന്നത്. അത് ബ്ലൂ ഒക്കെ അവന്മാർക്ക് പോകാൻ വേണ്ടിയുള്ള വണ്ടികളാണ്, അവർക്ക് ട്രാവൽ ചെയ്ത്. അത് റോളക്സിന് വേണ്ടി വാങ്ങിച്ചു വെച്ചത്. ഇപ്പോൾ റോളക്സിൻ്റെ വണ്ടി ആയപ്പോൾ ഞാൻ മിനി എടുത്തിട്ട് ലിയാപ്പിക്ക് വാങ്ങിച്ചു. പിന്നെ മിനി കൂപ്പറിന് അത്രയും യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ ഒരു ഗെയിം ഷോ പോലെ കൊടുത്തു വിട്ടത്. അല്ലെങ്കിൽ അത് ഓക്കെ ആയിരുന്നു, അതവിടെ കിടന്ന് പറഞ്ഞ് തിരിച്ച് നൈസായിട്ട് ഗ്യാപ്പിൽ കൂടെ കയറണ്ട. ചകച്ച് എവിടെ വരെ ചകയും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അധികം അത്യാവശ്യം ഉണ്ടാവും.